ബുദ്ധനും അനുയായികളും കോസലദേശത്ത് വസിച്ചിരുന്ന കാലം. അവിടെ സുനന്ദൻ എന്ന ഒരു വ്യാപാരിയും ഗൗതമി എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജീവിച്ചിരുന്നു. കാഴ്ചയിൽ വളരെ കൃഷിയായി കാണപ്പെട്ടതിനാൽ എല്ലാവരും കൃഷഗൗതമി എന്നാണ് വിളിച്ചിരുന്നത്. സന്തുഷ്ടവും സമാധാനപൂർണവുമായ അവരുടെ ദാമ്പത്യത്തിലെ ആദ്യത്തെ കനിയായി ഒരു പുത്രൻ അവർക്ക് പിറന്നു. ഓമനത്വം ഓളം വെട്ടുന്ന പൊന്നുണ്ണി എത്ര ഓമനിച്ചിട്ടും ആ മാതാപിതാക്കൾക്ക് മതിവന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു വിധിയുടെ ക്രൂരഹസ്തത്തിൽ പെട്ടിട്ടെന്നോണം ഒരു ദുരന്തം ആ ഗൃഹത്തിലുണ്ടായത്. കൃഷഗൗതമിയുടെ ഓമനപുത്രൻ മരിച്ചു. ആ ഗ്രാമത്തെ ആകമാനം നടുക്കിയ സംഭവമായിരുന്നു അത്. മകൻ മരിച്ചുവെന്നറിയാതെ രോഗം മാറ്റാൻ പറ്റിയ വൈദ്യന്മാരെ തേടി കൃഷഗൗതമി പല വഴിക്കും പാഞ്ഞു. ഒടുവിൽ ആ സത്യം മനസ്സിലാക്കി. തൻ്റെ പൊന്നുമകൻ തന്നെ പിരിഞ്ഞു പോയെന്ന്. ആ ആഘാതത്തിൽ മനംനൊന്ത് ആ മാതാവ് അലമുറയിട്ട് കരഞ്ഞു. ദുഃഖം സഹിക്കവയ്യാതെ പുത്രന്റെ മൃതശരീരവുമായി അവൾ ജേതവനത്തിൽ ചെന്ന് ബുദ്ധനെ കണ്ടു. ബുദ്ധന്റെ മുമ്പിൽ മകനെ കിടത്തി അവൾ മകനെ ജീവിപ്പിക്കുവാൻ ബുദ്ധനോട് യാചിച്ചു. അവൾ അപേക്ഷിച്ചു, ഭഗവാനെ, എൻ്റെ മകൻ പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അവനെ രക്ഷിക്കണേ. ഞങ്ങൾക്ക് വേറെ ആരുമില്ലെന്ന് അറിയാമല്ലോ. ബുദ്ധൻ കുഞ്ഞിനെ ഒന്ന് നോക്കി. മകൻ മരിച്ചുവെന്ന സത്യം മനസ്സിലാക്കിയ ബുദ്ധൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ മകനെ രക്ഷിക്കുവാൻ ഒരേയൊരു വഴിയേ ഉള്ളൂ. ഒരു പിടി കടുക് നീ ഏതെങ്കിലും വീട്ടിൽ പോയി കൊണ്ടുവരൂ. മകനോ മകളോ മറ്റു സ്വന്തക്കാരെങ്കിലുമോ മരിച്ചിട്ടില്ലാത്ത വീട്ടിൽ നിന്ന് വേണം കടുക് വാങ്ങുവാൻ. ഇത് കേട്ട് അല്പം ആശ്വാസത്തോടെ അവൾ പല വീടുകളിലും കയറിയിറങ്ങി. പക്ഷേ ആ വീടുകളിലെല്ലാം അവരുടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകും. ആരും മരിച്ചിട്ടില്ലാത്ത ഒരു വീട് പോലും അവൾക്ക് കണ്ടെത്താനായില്ല. ഒടുവിൽ അവൾക്ക് ബോധ്യം വന്നു, മരണം അനിവാര്യമാണ്. മനുഷ്യർക്കാർക്കും അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ സാധ്യമല്ലെന്ന്. അവൾ ബുദ്ധന്റെ അടുക്കൽ തിരിച്ചെത്തി ഇപ്രകാരം പറഞ്ഞു, ഭഗവാനെ, എൻ്റെ കുഞ്ഞു മരിച്ചുപോയി. ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരില്ല. മാത്രമല്ല, മരണം മനുഷ്യനൊഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ്. അതിനെ ചൊല്ലി ദുഃഖിച്ചിട്ട് കാര്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേ മകളെ, ജീവനുള്ളതെന്തും മരണത്തിന് വിധേയമാണ്. നമ്മളെല്ലാവരും മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അതിൽ ദുഃഖമോ ഭയമോ ഉണ്ടായിട്ട് കാര്യമില്ല. നീർപ്പോള പോലെയാണ് മകളെ ഈ ജീവിതം. ചിലപ്പോൾ വെള്ളത്തിൽ ചുറ്റിക്കറങ്ങുന്ന പോളകൾ കുറച്ചു നേരം കഴിഞ്ഞിട്ടേ പൊട്ടിപ്പോവുകയുള്ളൂ. ചില പോളകൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. നാം കത്തിക്കുന്ന വിളക്കുകൾ ചിലപ്പോൾ ദീർഘനേരം കത്തിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് അണഞ്ഞു പോകുന്നു. എണ്ണയും തിരിയും കാറ്റും അനുകൂലമാണെങ്കിൽ ദീപം കുറച്ചു നേരം കത്തിയതിനു ശേഷമേ കെട്ടുപോകൂ. ഇവയിൽ ഏതെങ്കിലും പ്രതികൂലമായാൽ അത് പെട്ടെന്ന് തന്നെ അണഞ്ഞു പോകും. അതുപോലെ നമ്മുടെ കർമ്മഫലങ്ങൾ പെട്ടെന്ന് അവസാനിച്ചാൽ ജീവിതവും പെട്ടെന്ന് തീർന്നു പോകും. കർമ്മഫലങ്ങൾ അനുഭവിച്ചു തീർന്നാൽ നമുക്ക് മൃത്യുവിന് വിധേയരാകേണ്ടി വരും. ആർക്കും തന്നെ അതിൽ നിന്ന് ആരെയും രക്ഷിക്കുവാൻ സാധ്യമല്ല. മരണം സർവ്വസാധാരണമാണെന്ന ബോധ്യത്തോടെ നീ സമാധാനമായി സങ്കടപ്പെടാതെ വീട്ടിലേക്ക് പോകൂ. ഗൗതമി മനസമാധാനത്തോടുകൂടി വീട്ടിലേക്ക് പോയി.